إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ ഓരോ അമലുകളും നമ്മിൽ നിന്നും സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ അവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ റമദാൻ അതിന്റെ 1/3 നമ്മൾ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ 10 അതിവേഗം നമ്മളെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ ഒരു റമദാൻ കൂടി നമ്മൾ നിന്ന് വിട പറയും. അതിൽ ആയുസ്സുണ്ടായിരിക്കെ, ആരോഗ്യമുണ്ടായിരിക്കെ, കഴിവുണ്ടായിരിക്കെ നമ്മൾ ചെയ്ത അമലുകളെ പറ്റി നമ്മളൊന്ന് സ്വയം വിചാരണ നടത്തണം. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, എത്രമാത്രം അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിച്ചു എന്ന്, എത്രമാത്രം തഖ്വ കൈവരിക്കാൻ സാധിച്ചു എന്ന്. നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും എത്ര കൊണ്ട് മുന്നേറാൻ സാധിച്ചു. ഇനിയും
എത്രമാത്രം എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ഓരോരുത്തരും വിലയിരുത്തേണ്ട സുപ്രധാനമായ സമയങ്ങളാണ്. കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളൊന്നും തിരിച്ചു വരില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് ഒരു നല്ല പുനർവിചിന്തനം ആ വിഷയത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പത്തിൽ പ്രവേശിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ വൈകാരികമായും അതുപോലെ തന്നെ ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു മഹാസംഭവമാണ് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. റമദാൻ 2 പുറപ്പെട്ട് റമദാൻ 17 നടന്ന ആ ഒരു മഹായുദ്ധം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ആ യുദ്ധം കേവലം ആവേശം കൊണ്ടോ ആ യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞ് ശരീരത്തിനൊരു രോമാഞ്ചമുണ്ടായത് കൊണ്ടോ അല്ല കാര്യം. യഥാർത്ഥത്തിൽ ബദർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഒത്തിരിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദറിനെ സംബന്ധിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും സ്വയം ബോധ്യപ്പെടുകയും ആ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം ബദറിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഒരു ആയത്തിൽ തന്നെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഖദ് കാന ലക്കും ആയത്തുൻ ഫി ഫിഅതൈനി ഇൽതഖതാ. 2 സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ ആ മഹാസംഭവത്തിൽ അതിനെ അല്ലാഹു തആല പറഞ്ഞു ഖദ് കാന ലക്കും ആയ. അതൊരു ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പലതിനെയും ആയത്തുകളാക്കി പറഞ്ഞിട്ടുണ്ട്. അതിൽ മനുഷ്യന് ചിന്തിക്കാനും ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും ഒത്തിരി ഉണ്ടാകും. അതുപോലെ ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ് ബദർ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അത് മാത്രവുമല്ല, ആ ആയത്ത് അവസാനിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, അവിടെ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ആ യുദ്ധകാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലഇബ്റ, നിശ്ചയമായും അതിൽ ഇബ്റത്തുണ്ട്, ഗുണപാഠമുണ്ട്. ആർക്കാണ്? ലിഉലിൽ അബ്സാർ, നന്നായി ഉൾക്കാഴ്ചയോടുകൂടി നോക്കിക്കാണുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ ഒരു ഗുണപാഠമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബദർ എന്ന് പറയുന്നത് ഒരു വലിയ ദൃഷ്ടാന്തമാണ്. പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഗുണപാഠവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ബദർ, പ്രിയമുള്ളവരെ, നമുക്കൊരു വലിയ പാഠമായി മാറണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. കേവലം 300 ചില്ലുവാനും വരുന്ന മുസ്ലിം സൈന്യം, സംഘം, സൈന്യം എന്ന് പറയാൻ കഴിയില്ല, സംഘമാണ്. യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി ഒരുങ്ങി പുറപ്പെട്ടവരല്ല. അതിനേക്കാളും 3 ഇരട്ടി വരുന്ന സംഘത്തോടാണ് ഏറ്റുമുട്ടുന്നത്. അവർ ആയുധബലം കൊണ്ടും സംഘബലം കൊണ്ടും എല്ലാ രൂപത്തിലും അവർ തികഞ്ഞവരായി. അങ്ങനെ നടന്ന ആ ഒരു ബദർ യുദ്ധം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായത്, എങ്ങനെയാണ് വിശ്വാസികൾ അവിടെ വിജയിച്ചത്, അതിന് ചില കൃത്യമായ പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി കൊണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് വിശ്വാസികൾക്ക് കൃത്യമായൊരു ഉൾക്കാഴ്ചയും അതുപോലെ തന്നെ ഉറപ്പും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായും വിജയം മുഅ്മിനീങ്ങൾക്കാണ്, മുസ്ലിമീങ്ങൾക്കാണ് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അത് മദീനയിൽ എത്തുന്നതിന് മുമ്പ് പോലും മക്കയിലെ ക്രൂരമായ പീഡനങ്ങൾ, മുശ്രിക്കുകളുടെ, മക്കയിലുള്ള ഖുറൈശികളുടെ അതിശക്തമായ പീഡനങ്ങൾ ഏറ്റുകൊണ്ട്, അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ട്, മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ പോലും റസൂലുള്ള പറയുന്നുണ്ട്, അറിയണം അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്, അത് ഖരീബാണ്, അത് ഉടൻ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയം നമുക്ക് ലഭിക്കും എന്ന ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം വിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബദർ, അതിനെ വിശേഷിപ്പിച്ച മറ്റൊരു പേര് ഫുർഖാൻ എന്നാണ്. ഫുർഖാൻ
എന്ന് പറഞ്ഞാൽ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നത് എന്നാണ്. ബദർ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച യുദ്ധമായിരുന്നു. തൗഹീദിനെയും ശിർക്കിനെയും വേർതിരിച്ച ഒരു യുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായും ആ വിഷയത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട വിശ്വാസി സമൂഹം തന്റെ മുന്നിൽ വന്നിരിക്കുന്ന 3 ഇരട്ടിയോളം വരുന്ന സൈന്യത്തെ നേരിടാൻ അവർക്കുണ്ടായിരുന്ന ഏക കരുത്ത് റബ്ബും ആ റബ്ബ് പഠിപ്പിച്ച വിശ്വാസവും ഒന്ന് മാത്രമായിരുന്നു. അതിൽ അടിയുറച്ച് നിന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മുശ്രിക്കുകൾ ശക്തരായിരുന്നു, മുശ്രിക്കുകൾ സംഘബലമുള്ളവരായിരുന്നു, മുശ്രിക്കുകൾ സൈനിക ബലമുള്ളവരായിരുന്നു. അവർ യുദ്ധത്തിന് വേണ്ടി എല്ലാ പ്ലാനിങ്ങുകളും നടത്തി ഒരുങ്ങി വന്നവരായിരുന്നു. പക്ഷേ അവരുടെ കയ്യിൽ ഇല്ലാതിരുന്ന ഒരേ ഒരു കാര്യം വിശ്വാസമായിരുന്നു. വിശ്വാസം അവർക്കില്ലായിരുന്നു. അവർ അവിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസമാണ് യഥാർത്ഥ സത്യമെന്നും അവിശ്വാസം അത് എത്ര ശക്തിയുള്ളതാണെങ്കിലും അത് അസത്യമാണെന്നും ബദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമുക്ക് അന്തിമ വിജയം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് ബദർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തുമായി കൂടിയിരിക്കുന്ന ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബദറിനെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ബിബദരി വഅൻതും അദില്ല. നിങ്ങൾ ദുർബലരായിരിക്കെ അല്ലാഹു നിങ്ങളെ സഹായിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ബദറിലെ യുദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 2 സംഘങ്ങൾ തമ്മിൽ ചേർന്ന ഒരു യുദ്ധമല്ല. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. 2 കൂട്ടർ യുദ്ധസന്നദ്ധരായി വരുന്നു, യുദ്ധസജ്ജരായി വരുന്നു, 2 ഭാഗത്ത് നിൽക്കുന്നു, തമ്മിൽ പോരടിക്കുന്നു എന്ന് പറയുന്ന ഒരു യുദ്ധം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ബദറിൽ. മറിച്ച് ബദർ അവിടെ വിശ്വാസം എന്ന ആ ഒരു കരുത്താണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുണ്ടായത്. അതിലൂടെ അള്ളാഹു നൽകിയ ഒരു സഹായവും വിജയവുമാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതാണ് വലഖദ് നസറകുമുല്ലാഹു ബദരിൻ വഅൻതും അദില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറഞ്ഞ ആളുകളായാലും ശരി, നമ്മൾ കൊച്ചു സംഘമായിരുന്നാലും ശരി, നമ്മളുടെ കയ്യിൽ കറകളഞ്ഞ ആദർശവും വിശ്വാസവും ഉണ്ടെങ്കിൽ അത് കൈമുതലാക്കി നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബദറിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ സഹായം ഏതെല്ലാം രൂപത്തിലായിരുന്നു എന്ന് പോലും നമുക്ക് കാണാം. ഒരു ചെറിയ ചാറ്റൽ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുകയാണ്. ഒരു കുളിർമയുണ്ടാക്കി, അവർക്ക് മനസ്സിലൊരു സ്ഥൈര്യമുണ്ടാക്കി, അവർ സുന്ദരമായി കിടന്നുറങ്ങാൻ വേണ്ടി ഒരു ചെറുമയക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിന്റെ തലേ ദിവസം മുസ്ലിമീങ്ങൾക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ മനസ്സിൽ നിന്നും ഒരു ഭയം അല്ലാഹു തആല നീക്കിക്കൊടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രൂപത്തിലും വിജയത്തിലേക്കുള്ള ആ ഒരു ചവിട്ടുപടി അല്ലാഹു അവർക്ക് മാനസികമായും ശാരീരികമായും ഒരുക്കി കൊടുത്തു എന്നുള്ളത് ബദറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അല്ലാഹുവിന്റെ സഹായമാണ്. അതിനോടൊപ്പം അല്ലാഹു മലക്കുകളെ അയച്ചു. ആ മലക്കുകളും യുദ്ധം ചെയ്തു. പിശാച് ആ മലക്കുകളുടെ വരവ് കണ്ടപ്പോൾ അവിടുന്ന് സ്ഥലം കാലിയാക്കി. ശത്രുക്കളെ പ്രലോഭിപ്പിക്കുകയും നിങ്ങൾക്കാണ് വിജയമെന്ന് ഉറപ്പിച്ചു പറയുകയും നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവസാനം പിടിവിട്ട് പിന്തിരിഞ്ഞ് പുറംതിരിഞ്ഞ് ഓടിക്കളയുന്ന പിശാചിനെ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്ലീസിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ രൂപത്തിൽ എല്ലാ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു. അതിന്റെ പിന്നിൽ അവരിലുണ്ടായിരുന്ന ഗുണം എന്തായിരുന്നു? ബദറിൽ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ ശക്തമായ പ്രാർത്ഥന അവർ നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർന്നു. തന്റെ തോളിൽ കിടക്കുന്ന തട്ടം താഴേക്ക് വീഴുമാർ ആ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞ് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് സമാധാനിപ്പിക്കുകയാണ്.
റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ അൻജിസ് മാ വഅഅതനി, അല്ലാഹുമ്മ ആതി മാ വഅഅതനി. അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത വിജയമുണ്ടല്ലോ, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത ആ ഒരു വിജയമുണ്ടല്ലോ, അത് നീ ഞങ്ങൾക്ക് പരിപൂർണമായി നിറവേറ്റി തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനപ്പെടുത്തുന്നത്, അല്ലാഹു നമ്മളുടെ പ്രാർത്ഥന കേൾക്കും, നമ്മൾക്ക് വിജയം നൽകും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ് എന്ന് ഈ ഒരു ബദർ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഒന്നുകൂടി അടിവരയിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ റമദാനിന്റെ പുണ്യമായ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിനോട് ഖേദിച്ചു പറയാനും അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കാൻ, അത് ദുനിയാവിലെ ആകട്ടെ ആഖിറത്തിലെ ആകട്ടെ, ഏതും അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു യുദ്ധം എന്ന് പറയാൻ നമുക്ക് കഴിയും. ബദർ, അതിനുശേഷം വന്ന എല്ലാ യുദ്ധങ്ങളും ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായതിനു ശേഷമാണ്. മക്കയിൽ വെച്ച് ഒരു 8 യുദ്ധവും ഉണ്ടായിട്ടില്ല, അവിടെ ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലല്ല നമ്മളുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർവഹിക്കുന്ന ധർമ്മസമരം എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? ഈ സമൂഹത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മസമരം. സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പോരാടുക എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മസമരം. നമ്മളിലേക്ക് കടന്നു വരുന്ന ദേഹേച്ഛകളുണ്ട്, നമ്മളെ തകർക്കാൻ ഇബ്ലീസിന്റെ വലിയ പ്രവർത്തനം, വിശ്വാസരംഗം തകർക്കാൻ, കർമ്മരംഗത്ത് തകർക്കാൻ, സ്വഭാവരംഗം തകർക്കാൻ, അതുപോലെ തന്നെ നമ്മളുടെ രഹസ്യപരസ്യ ജീവിതങ്ങൾ മുഴുവൻ തകർക്കാൻ അവൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇബ്ലീസിനെതിരെ, അവന്റെ സംഘങ്ങൾക്കെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടം. ആ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ടത്. ശിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ യഥാർത്ഥ സത്യം തുറന്നു പറയുന്നത് ഇന്നത്തെ പോരാട്ടമാണ്. ഇന്നതൊക്കെ പറയുമോ അവർ സംഘടനകൾ കിടന്നടിക്കുക. അവരെപ്പോഴും വാദപ്രതിവാദങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാണ്, വിതർക്കങ്ങളാണ്, കുതർക്കങ്ങളാണ്. ഞാൻ അതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. യഥാർത്ഥത്തിൽ അന്ന് അവർ നടത്തിയ യുദ്ധസമാനമായി യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ശിർക്കിനെതിരെ തൗഹീദുമായി നമ്മൾ നടത്തുന്ന പോരാട്ടം. പ്രബോധന രംഗത്തിറങ്ങണം നമ്മൾ. പ്രബോധന രംഗം ഞാൻ മനസ്സിലാക്കി, എന്റെ ഭാര്യയും മക്കളും മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഉള്ളിലിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിന്റെ ആശയം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് കഴിയൂല. ഇറങ്ങണം. പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹുമായി, നമ്മൾ ഉൾക്കൊണ്ട മുഹമ്മദ് റസൂലുള്ളാഹിയുമായി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം. ഇന്നും നമ്മളുടെ ഈ പ്രബോധന സ്വാതന്ത്ര്യത്തോട് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പറയാൻ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ നിർവഹിക്കുന്ന യഥാർത്ഥത്തിലുള്ള ധർമ്മ സമരം. പ്രിയമുള്ളവരെ, അങ്ങനെ ആകണമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ക്ഷമയുണ്ടാകണം, തഖ്വയുണ്ടാകണം. ഇതെല്ലാം സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു സംഘമായി പ്രവർത്തിക്കുമ്പോൾ റസൂലുള്ള നേതാവാണ്, താഴെയുള്ളവർ അനുയായികളാണ്. റസൂലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം എന്താണ് നാളെ സംഭവിക്കുക എന്നതിനെ കുറിച്ചുള്ള വലിയ ചിന്തയിലാണ്. ആ സമയത്ത് അനുയായികളിൽ നിന്നുണ്ടാകുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ്. ആ സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഹാബത്ത് കടന്നു വരുന്നുണ്ട്. ആ സഹാബത്ത് കടന്നു വന്നുകൊണ്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, റസൂലേ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത മൂസാ നബിയോട് പറഞ്ഞ വാക്കൊന്നും ഒരിക്കലും അങ്ങയോട് ഞങ്ങൾ പറയൂല, അങ്ങയോട് ഞങ്ങൾ പറയൂല. പിന്നെയോ താങ്കളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാക്കാം, താങ്കളോടൊപ്പം ഞങ്ങൾ ഉണ്ടാക്കാം, താങ്കളുടെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാക്കാം. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടേ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിക്കൂ, ഞങ്ങൾ ഇല്ലാതായിട്ടേ സംഭവിക്കൂ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോലും കടന്നു വരുന്നത്, ഹിജ്റ ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ രൂപത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു നേതൃത്വത്തിന്, നേതാവിനുണ്ടാകുന്ന സമാധാനം എത്ര വലുതാണ്. ഈ പള്ളി ഒരു സംവിധാനമാണ്. ഈ മസ്ജിദിന്റെ കീഴിൽ ഇത് കൊണ്ടു നടക്കുന്ന ഒരു ടീമുണ്ട്.
അവർ ഒരു പക്ഷേ ചില സമയത്ത് പ്രതിസന്ധിയിലായിരിക്കും സാമ്പത്തികമായ വിഷയത്തിൽ. ഇത് കൊണ്ടു നടക്കുന്ന വിഷയത്തിൽ ഒരു പക്ഷേ ടെൻഷനായിരിക്കും. അവിടെ നമ്മളുടെ സപ്പോർട്ട് നമ്മൾ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സമാധാനവും ആ ഒരു സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ്. ആ രൂപത്തിൽ നമ്മളുടെ സംവിധാനങ്ങൾക്ക് സപ്പോർട്ടായി നമ്മൾ മാറണമെന്ന് സത്യത്തിൽ ഈ യുദ്ധത്തിന്റെ തലേ ദിവസം നടക്കുന്ന ഈ സംഭാഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നേതാവിന്റെ അല്ലെങ്കിൽ നേതൃത്വത്തിനനുസരിച്ച് താഴെയുള്ള ഘടകങ്ങൾ പ്രവർത്തിക്കണം, അവർക്കും കൂടി സമാധാനമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സത്യവും അസത്യവും വേർതിരിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യഥാർത്ഥത്തിൽ തൗഹീദും ശിർക്കും വേർതിരിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴേ ഒരു യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറുകയുള്ളൂ. അതുകൊണ്ട് സത്യം കൃത്യമായി മനസ്സിലാക്കുകയും ഓരോ സംഭവത്തിൽ നിന്നും നാം ആർജിച്ചെടുക്കേണ്ട പാഠം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ്, യഥാർത്ഥ മുസ്ലിമായി എങ്ങനെ ജീവിക്കണം, യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി പഠിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദർ യുദ്ധം ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ചില പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പാഠങ്ങളോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തഖ്വയാണ്, രണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കലാണ്. ഇതൊക്കെ വിജയത്തിന്റെ ആധാരമാണ്, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ ആ വിശ്വാസം എന്താണെന്നുള്ളത് എന്താണ് അവിടെ വേർതിരിഞ്ഞത് എന്ന് പോലും നമ്മൾ സത്യത്തിൽ നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് ബദർ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ബദരീങ്ങളുടെ പേരിലുള്ള ആണ്ട് നേർച്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മൊത്തത്തിൽ എവിടെയും വ്യാപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ പേരിൽ ബദരീങ്ങളെ തുണ നൽകണേ, കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ബദരീങ്ങളോട് വിളിച്ചു തേടുന്ന വരികൾ, ബദർ മാലകൾ ഇന്ന് സമൂഹത്തിൽ പരക്കെ വ്യാപിച്ച് അതാണ് ബദറിലൂടെ നമ്മൾക്കുള്ളത്. അതിനുശേഷം വിശാലമായി ഭക്ഷണം ഉണ്ടാക്കി അത് കഴിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് ഒരു ആണ്ട് ദിനം, ഒരു ആണ്ട് നേർച്ച ആഘോഷിക്കുന്നതോടുകൂടി ബദർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു എന്ന ഒരു അബദ്ധമായ വിശ്വാസമാണ് നമ്മുടെ ഇടയിലുള്ളത്. യഥാർത്ഥത്തിൽ ബദരീങ്ങൾ വാളെടുത്തതും അവർ തന്റെ ജീവൻ പോലും മറന്ന് അള്ളാഹുവിന്റെ പ്രീതി കാത്തിച്ചു പോരാടിയതും അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ മാർഗത്തിൽ ഒരു തരത്തിലുമുള്ള സഹായം ഒരു സൃഷ്ടിയോടും നടത്താൻ പാടില്ല എന്ന് പറയാനും അത് സമൂഹത്തിൽ ഒന്ന് ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് അന്ന് അവർ വാളെടുത്ത് പോരാടിയത്. ഇന്നോ ആ ആളുകളെയാണ് ഇന്ന് ഇടയാളന്മാരാക്കി വെച്ച് പ്രാർത്ഥിക്കുന്നത്. അവരുടെ പേരിൽ നേർച്ച കഴിക്കുമ്പോൾ, അവരുടെ പേരിൽ മാല ഓതുമ്പോ ദാരിദ്ര്യം ഉണ്ടാവില്ല, അത്രയും പട്ടിണി മാറും, അത്രയും ആ വീട്ടിലേക്ക് കള്ളന്മാർ പ്രവേശിക്കില്ലത്രേ. യഥാർത്ഥത്തിൽ ആ ബദരീങ്ങൾ, അവരിൽ അധികം ആളുകളും മരണപ്പെട്ടത് പ്രയാസത്തിലും പട്ടിണിയിലും ബുദ്ധിമുട്ടിലുമായി. ബദറിൽ പങ്കെടുത്ത യുദ്ധം ചെയ്ത സ്വഹാബത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരിൽ ചില സ്വഹാബികൾ വളരെ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വളരെ മാരകമായ പകർച്ചവ്യാധി ബാധിച്ചാണ് മരണപ്പെട്ടത്. ഇവിടെ പറയുന്നതോ അവരുടെ പേരിൽ മാല ചൊല്ലിയാൽ പകർച്ചവ്യാധി ഉണ്ടാവുക. വളരെ വലിയ വിരോധാഭാസം നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. പിശാച് അതിവിദഗ്ധമായി നമ്മളിലേക്ക് ഇറങ്ങി അവന്റെ കുതന്ത്രങ്ങൾ നടത്തി യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. 2-3 ദിവസം കഴിയുമ്പോൾ കാണാം
ബദർ യുദ്ധം, ഇവിടെ പറഞ്ഞ ഈ ബദരീകൾ അല്ലെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ബദർ യുദ്ധം നമുക്ക് നൽകിയ ഈ ആശയമാണോ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക? അതിന്റെ ഒരു അംശമെങ്കിലും പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ പാഠം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അതൊരു വലിയ സംഭവമാണ്. ഇന്ന് ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു മെസ്സേജ് എത്ര മസ്ജിദുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അവിടെ ചിലപ്പോൾ ആണ്ടുനേർച്ചയ്ക്കുള്ള പിരിവായിരിക്കും ചിലപ്പോൾ നടക്കുന്നത് ഈ വിഷയം പറഞ്ഞു. അപ്പൊ നമ്മൾ സത്യം കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ അമലുകളൊന്നും നാളെ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുകയില്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ഒരു അമലും ഒന്നും സ്വീകരിക്കില്ല. നാളെ പാപങ്ങൾ പുറത്തു കിട്ടില്ല. റമദാനിൽ നമ്മൾ ജീവിച്ചിട്ട് പാപങ്ങൾ പുറത്തു കിട്ടാതെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൻ നാശമടയട്ടെ എന്ന് റസൂലുള്ള ആമീൻ പറഞ്ഞ സംഭവം നമ്മളൊക്കെ കേട്ടതാണ്. ആ രൂപത്തിലുള്ള കർമ്മങ്ങൾ ആണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ശിർക്ക് ബിദ്അത്തുകൾ നമ്മൾ സൂക്ഷിക്കുകയും വളരെ ഗൗരവത്തിൽ അതിനെ കാണുകയും ചെയ്യണം. അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നമുക്ക് സംഘങ്ങൾ വേണം, കൂട്ടായ്മകൾ വേണം, അതിൽ ആളുകൾ വേണം, പണ്ഡിതന്മാർ വേണം. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് ഒരു പിൻബലം കൊടുക്കൽ നമ്മളുടെ ബാധ്യതയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ മുത്തുബയിലും ആ വിഷയം ഗൗരവത്തിൽ സൂചിപ്പിച്ചതാണ്. ജാമിഅ അൽ ഹിന്ദ് പോലെയുള്ള, ദാറുൽ അർഖം പോലെയുള്ള സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ അത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അവിടെ കുട്ടികൾ പഠിക്കുകയാണ്. അവർ ഖത്തീബുമാരായി, പണ്ഡിതന്മാരായി, ഖുർആൻ ക്ലാസ് എടുക്കുന്നവരായി നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പിൻബലം കൊടുക്കണം. അവരുടെ ഭക്ഷണം, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ശമ്പളം, അതുപോലെ തന്നെ അവിടുത്തെ മറ്റു എല്ലാവിധത്തിലും ഒരു സ്ഥാപനം നടന്നു പോകുന്നുണ്ടാവുന്ന ചിലവുകളുണ്ട്. ഇതെല്ലാം നടന്നു പോകാൻ നമ്മളുടെ കൈകളിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന, എത്ര ചെറുതായാലും കുഴപ്പമില്ല, ഉള്ളത് ഓരോരുത്തർക്കും പലതാണല്ലോ. ഉള്ളവർ ഉള്ളതുപോലെ കൊടുക്കണം, ഇല്ലാത്തവർ എന്താണോ ഉള്ളത് അത് കൊടുക്കണം. നമ്മൾ ഭാഗവാക്കാകണം. ആദ്യം ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു കളക്ഷൻ ഇന്നുണ്ടാവും. നമ്മുടെ ഷുക്കൂർ സാഹിബാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൈവശം അതിന്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക ഈ ഒരു പുണ്യമുള്ള ദിവസം, ശ്രേഷ്ഠതയുള്ള ഈ ഒരു ദിവസത്തിൽ നോമ്പുകാരനായിരിക്കെ നമ്മളത് നിയ്യത്താക്കണം, അത് കൊടുക്കണം. ഇത് കൊടുക്കാനില്ലാത്തവർ അത് ഓഫറായി പറഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് അത് കൊടുക്കണം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ട സമയവും സന്ദർഭവും ഒക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സമയമാണ്. റമദാനിൽ നിശ്ചയിച്ചിട്ടുള്ളവരുണ്ടാകും, റമദാന്റെ അവസാനത്തെ പത്തിൽ നിശ്ചയിച്ചിട്ടുള്ളവരുണ്ടാകും, റമദാന്റെ രണ്ടാമത്തെ പത്തിൽ നിശ്ചയിച്ചിട്ടുള്ളവരുണ്ടാകും. അവർ ആ സമയത്ത് കൃത്യമായി കണക്ക് കൂട്ടി, കച്ചവടക്കാരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ സ്റ്റോക്ക് വിവരങ്ങളുടെ കണക്കുകൾ എടുത്ത് അവരുടെ ലാഭവിഹിതങ്ങളെല്ലാം കണക്ക് കൂട്ടി കൃത്യമായും അതിന്റെ സക്കാത്ത് കൊടുത്തു കിട്ടണം. അത് റമദാൻ അല്ലാത്ത സമയത്ത്, ചിലപ്പോ വിളവെടുക്കുന്ന സമയത്താണ് അതിന്റെ സക്കാത്ത് കൊടുക്കുന്ന സമയം. അതല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണോ നമ്മളുടെ കണക്കുകൾ കൂട്ടി പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സമയം, സാമ്പത്തിക വർഷം പൂർത്തിയാകുന്ന സമയമാണോ, ആ സമയത്ത് നമ്മൾ അത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കണം. അത് നമ്മളുടേതല്ല എന്നൊരു ബോധം നമുക്കുണ്ടാകണം. അത് നമ്മളുടേതായി മാറിയാൽ, അതും മറ്റതും തമ്മിൽ കൂടിക്കലർന്നാൽ ആ സമ്പത്തും നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അതെല്ലാം ഹറാമായി മാറുമെന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ കാണണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഓർമ്മപ്പെടുത്താം. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ വിഷയത്തിൽ നമ്മളുടെ ഇടപെടലുകൾ കൃത്യമായിട്ടുണ്ടാകണം. ജാമിഅ അൽ ഹിന്ദ് എന്ന മഹത്തായ സ്ഥാപനത്തെ നമ്മളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് ഏറ്റെടുക്കണം. അതിന് പല പല ഓപ്ഷനുകളുണ്ട്. ഓരോ മാസവും ഞാൻ ഇത്ര വെച്ച് കൊടുക്കാമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യാം. ഒരു മാസം 300 രൂപ വെച്ച്, അല്ലെങ്കിൽ ഒരു മാസം ഞാൻ 500 രൂപ വെച്ച്, ഒരു മാസം 1000 രൂപ വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ ഓരോ മാസവും നിങ്ങളെ അവിടെ നിന്നുള്ള കുട്ടികൾ തന്നെ, അവിടെയുള്ള ആളുകൾ തന്നെ ഫോളോ അപ്പ് ചെയ്യും. അത് നമുക്ക് അവർക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒരു വർഷം നമ്മൾ 12,000 രൂപ അതിന്റെ പേരിൽ ആ ഒരു വലിയ സംവിധാനത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ ഭാരവും അറിയില്ല, ഒരുമിച്ചെടുത്ത് കൊടുക്കുന്നത് പോലെ അല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സപ്പോർട്ട് ജാമിയ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സംവിധാനങ്ങൾ
അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തിയതാണ്. അതിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുക, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അതുപോലെ ആറ്റിങ്ങലുള്ള ദാറുൽ അർഖം എന്ന സ്ഥാപനം തെക്കൻ കേരളത്തിലെ നമ്മളുടെ ഒരു സ്ഥാപനമാണ്. തെക്കൻ കേരളത്തിലുള്ള ഒരു മഹത്തായ ഉയർന്നു വരുന്ന ഒരു നല്ല സ്ഥാപനമാണ്. ഒരുപാട് കുട്ടികൾ, നമ്മുടെ നാട്ടിലെ പള്ളി ഇമാമ് നിൽക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടിയാണ്, അവന് ഫത്വ പറയുന്ന ഒരു കുട്ടിയാണ്. അതുപോലെയുള്ള ഒരുപാട് കുട്ടികൾ അവിടെ നിന്നും ഖത്തീബുകളായി പുറത്തിറങ്ങി സമൂഹത്തിൽ ഈ ഒരു ദീനിന് നേതൃത്വം കൊടുക്കുന്നവരായിട്ടുണ്ട്. അപ്പൊ അതും നമ്മളുടെ കൈവശമുള്ള പൈസ, സാമ്പത്തികം, അതിനുവേണ്ടിയും നമ്മൾ സഹായിക്കണം. അള്ളാഹു എല്ലാ രൂപത്തിലും നമ്മൾക്ക് ഇതുവഴിയുള്ള പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ ഒരു അവസരമാണ്, അള്ളാഹു നമുക്ക് നൽകിയ ഒരു അവസരമായിട്ട് തന്നെ ഇതിനെ കാണണം. അള്ളാഹു എല്ലാ രൂപത്തിലും നമ്മളുടെ അമലുകൾ പരിപൂർണമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും നമ്മുടെ സ്വതക്കകളും നമ്മുടെ സക്കാത്തുകളും നമ്മുടെ മറ്റ് ചെറുതും വലുതുമായ എല്ലാ അമൽ സാലിഹാത്തുകളും അള്ളാഹു നമ്മൾ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ ഊർജ്ജസ്വലമായി വരും ദിനരാത്രങ്ങളിൽ പ്രവർത്തിക്കുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായി നമ്മൾ തുടങ്ങാനും പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹുവെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പരിശുദ്ധി പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കുകയും നാളെ സ്വർഗത്തിന്റെ ഉന്നത ദർജകൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് നീ ഒരു ഇടം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. വിചാരണ കൂടാതെ കടന്നു പോകുന്ന സൗഭാഗ്യത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പല വിധത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അപ്പേ അവരുടെ എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് നീ കാരുണ്യം, സമാധാനം, നിർഭയത്വം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളിൽ രോഗികളായി കിടക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒത്തിരി സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. അപ്പേ നിന്റെ കാരുണ്യം കൊണ്ട് അവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു അവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണമേ റഹ്മാനെ. കച്ചവട രംഗത്ത് പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ ഞങ്ങളിൽ നിന്നും നീക്കിത്തരണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരുണ്ട്, മാതാപിതാക്കളും സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ. അല്ലാഹു അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കണമേ റബ്ബേ. അവരുടെ എല്ലാം ഖബറിടം നീ പ്രകാശപൂരിതമാക്കണമേ റബ്ബേ. അല്ലാഹു അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹു സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നരകത്തിന്റെ തീജ്വാലകളിലേക്ക് നീ ഞങ്ങളെ കടത്തിവിടരുതേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. الله أكبر.